തലക്കകത്തുണ്ടാകുന്ന മുഴകളെയാണ് ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. ബ്രെയിൻ ട്യൂമറുകൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത്? ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ ഒരു 50% ജനങ്ങളിൽ പേഷ്യൻസിൽ ഹെഡേക്കാണ് ഒരു ലക്ഷണം. അത് ഹെഡേക്ക് വരാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും ഹെഡേക്ക്. അതിൽ ബ്രെയിൻ ട്യൂമർ മൂലമുള്ള ഹെഡേക്ക് വളരെ വളരെ റെയറാണ്. എന്നാൽ തന്നെ മറ്റ് ഹെഡേക്കുകൾ അപേക്ഷിച്ച് അതിൻ്റെ ക്യാരക്ടറിന് ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ബ്രെയിൻ ട്യൂമറിൽ കാണുന്ന ഹെഡേക്കുകൾ പ്രധാനമായിട്ടും രാവിലെയാണ്, ഏർലി മോർണിംഗ് ഹെഡേക്ക് എന്നാണ് പറയുന്നത്. രാവിലെ ഉണരുമ്പോഴുള്ള ഹെഡേക്ക്. മറ്റൊരു അതിൻ്റെ ഒരു സവിശേഷ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഓക്കാനം വരിക, അല്ലെങ്കിൽ ഛർദ്ദിക്കുക. തലവേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന വരിക, അതോടെ പോക്കാനം, പിന്നെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്ക് ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഹെഡേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ചിലപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഒന്നും ഇല്ലാതെ തന്നെയും ഹെഡേക്ക് വരാം. ഏതാണ്ട് 10% ബ്രെയിൻ ട്യൂമർ ഹെഡേക്ക് മൈഗ്രെയിൻ ഹെഡേക്കിന് മിമിക്കും എന്നാണ് പറയണത്. ഏതാണ്ട് 60% ആളുകളിൽ അതൊരു വാസ്കുലർ ഹെഡേക്ക്, അതായത് ചെന്നിക്കുത്ത്, നമ്മുടെ രണ്ട് സൈഡിലുള്ള ഹെഡേക്ക് ഉണ്ടല്ലോ, അതിനെ മിമിക്കാം. അപ്പോൾ ഹെഡേക്ക് ഒരു ജനറലായിട്ട് പറഞ്ഞാൽ അത്രക്കൊരു പെക്യുലർ സിംറ്റം എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം തലവേദനയോടൊപ്പം തന്നെ മറ്റൊരു സിംറ്റം കൂടി, ഫോർ എക്സാമ്പിൾ ഒരു ഫിറ്റ്സ്, ആദ്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്തൊരു വ്യക്തിയിൽ തലവേദനയോടൊപ്പം മറ്റൊരു കാര്യം ഒരു ഫിറ്റ്സ് വരുന്നു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. മറ്റൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റാണ്. മൂന്നാമത്തൊരു സംഭവം ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ന്യൂറോ സിംറ്റം. കൂടുതൽ ആളുകളിലും അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഓർഗൻ്റെ വീക്ക്നെസ്, കൈയുടെ ഒരു ബലക്കുറവ്, അങ്ങനെയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പോൾ കാലിൻ്റെ ഒരു ബലക്കുറവ്, ചിലപ്പോൾ ഈ ഒരു ബലക്കുറവ് കാണുന്ന നടക്കാൻ നേരത്തെ ഒരു വേച്ച് പോലെ. അപ്പോൾ ഇതൊക്കെ ലക്ഷണങ്ങളാണ്. പിന്നെ പലപ്പോഴും ബ്രെയിൻ ട്യൂമറുകൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, അതെങ്ങനെ അതിൻ്റെ സിംറ്റംസ് വരുന്നത്. അതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ബ്രെയിനെ പല ലോബ്സായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ബ്രെയിനെ മൊത്തത്തിൽ ബ്രെയിൻ എടുക്കണമെങ്കിൽ അത് 2 ഹെമിസ്ഫിയർ ആയിട്ടാണ്, റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും നമ്മൾ പറയും. ഓരോ സൈഡിലും 4 ലോബുകളുണ്ട്. ഫ്രണ്ടിലുള്ളത് ഫ്രോണ്ടൽ ലോബ്, സൈഡിലുള്ളത് പരേറ്റൽ ലോബ്, ചെവിയുടെ സൈഡിലുള്ളത് ടെമ്പറൽ ലോബ്, പുറവശത്ത് ഓക്സിപിറ്റൽ ലോബ്. അപ്പോൾ ഈ ലോബുകളിൽ എവിടുന്ന ഈ ട്യൂമർ വരുന്നതിനനുസരിച്ചിട്ട് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾക്ക് വ്യത്യാസം വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രോണ്ടൽ ലോബിൽ നിന്ന് വരുന്ന ട്യൂമർ ഒരുപക്ഷെ ആ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ കുറച്ചൊരു സൈക്കാട്രിക് സിംറ്റംസ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പരേറ്റൽ ലോബിൽ നിന്ന് വരുന്ന ബ്രെയിൻ ട്യൂമറുകൾ പലപ്പോഴും സെൻസറി സിംറ്റംസാണ്. കൈയുടെ കാലിൻ്റെ മരവിപ്പുകൾ, ഒരു ഏരിയ ഡെഡാന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ തന്നെ പരേറ്റൽ ട്യൂമറിൻ്റെ ലക്ഷണമാണ്. ടെമ്പറൽ ലോബിൽ നിന്ന് വരുന്ന ട്യൂമറുകൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലമൊക്കെ ആയിട്ട് വരാം. ചിലവർക്ക് ഹാലൂസിനേഷൻ, എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെയും ചില ശബ്ദങ്ങൾ കേൾക്കുന്നു, അതൊക്കെ തന്നെ ഒരു സിംറ്റമാണ് ടെമ്പറൽ ലോബിൽ നിന്ന് വരുന്നത്. അതേസമയത്ത് ഓക്സിപിറ്റൽ ലോബിൽ നിന്ന് വരുന്ന ട്യൂമറുകളുടെ ഒരു ലക്ഷണം എന്ന് വെച്ചാൽ വിഷ്വൽ സിംറ്റംസാണ്. ചിലപ്പോൾ കാഴ്ചകൾ മങ്ങൽ, അല്ലെങ്കിൽ ഒരു ഭാഗം കാണാതിരിക്കുക, ഇതൊക്കെ തന്നെ ഓക്സിപിറ്റൽ ലോബിൽ നിന്നുള്ള അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നിലയിൽ ബ്രെയിൻ ട്യൂമറുകളുടെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ സിംറ്റംസൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കും. ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ട്യൂമർ ആണോ ഇല്ല എന്നുള്ളത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ ഇതിനകത്ത് ഒരു ബ്ലഡ് ടെസ്റ്റും ഇല്ല ബ്രെയിൻ ട്യൂമറുകളെ ഡയഗ്നോസ് ചെയ്യാൻ. അതിന് ബ്രെയിൻ ട്യൂമറിൻ്റെ ഡയഗ്നോസിസ് പ്രൈമറിലി സ്കാനിങ് വഴി മാത്രമാണ്. 2 ടൈപ്പ് സ്കാനിങ് ആണ് നമുക്ക് നിലവിൽ ബ്രെയിൻ ട്യൂമറുകൾ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് CT സ്കാൻ, രണ്ടാമത്തത് MRI. ഇതിൽ രണ്ടിലും ഓഫ് കോഴ്സ് MRI ആണ് കൂടുതൽ നല്ലത്. കാര്യം അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ക്ലാരിറ്റിയും കൂടുതലാണ്. അപ്പോൾ ബ്രെയിൻ ട്യൂമറുകൾ ഡയഗ്നോസ് ചെയ്യാൻ MRI ആണ് നമ്പർ 1 ചോയ്സ്. സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ CT സ്കാനർ. ബ്രെയിൻ ട്യൂമറുകൾ ആർക്ക് എപ്പോൾ വരും? ഇതൊരു സാധാരണമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഏത് ഏജിലും വരാം, പക്ഷേ ചൈൽഡ്ഹുഡിലും അതേസമയം 50s ശേഷമുള്ള കാലയളവിലാണ് ബ്രെയിൻ ട്യൂമറുകൾ കൂടുതൽ കാണുന്നത്. പ്രധാനമായിട്ടൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ബ്രെയിൻ ട്യൂമറുകൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് വരുന്നതെന്നാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു കാര്യം അജ്ഞാതമാണ്, എന്തുകൊണ്ട് എങ്ങനെ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുന്നു എന്നുള്ളത്.
പല ഹൈപ്പോത്തസിസുകളുണ്ട്, പല കാര്യങ്ങൾ വിചാരിക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ചില കെമിക്കൽസ്, അതിനോടുള്ള എക്സ്പോഷർ, ഓയിൽ ഇൻഡസ്ട്രി, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി, റബ്ബർ ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ചില കെമിക്കൽസുമായിട്ടൊക്കെ എക്സ്പോഷർ വരും. ഇത് ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഹൈപ്പോത്തസിസ് ഉണ്ട്, പ്രൂവൺ അല്ല. മറ്റൊരു ഇതെന്ന് വെച്ചാൽ ട്രോമ, ആക്സിഡൻസ് പിന്നീട് ഭാവിയിൽ ബ്രെയിൻ ട്യൂമർ ഉണ്ടാക്കാം. മെനിഞ്ചോമാസ് ഒക്കെ ചിലത് ഉണ്ടായിട്ടുണ്ട്. അഗെയിൻ അതിനൊരു പ്രൂവൻ കാര്യങ്ങളൊന്നുമില്ല. ബ്രെയിൻ ട്യൂമറുകൾ ഫാമിലിയിൽ ഉണ്ടാവുമോ അല്ലെന്നുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരളമാണ്, വരാം. 5% ആളുകളുണ്ട്. 95% ബ്രെയിൻ ട്യൂമറുകൾക്ക് ജനറ്റിക് ബേസിസ് ഇല്ല. പക്ഷേ 5% ആളുകളിൽ ജനറ്റിക്കായിട്ട് ഫെമിലിയലായിട്ട് അത് വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ട്യൂമറുണ്ട്, അത് ജനറ്റിക്കാണ്. പിന്നെ പറഞ്ഞാൽ മറ്റൊരു ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം, മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ബ്രെയിൻ ട്യൂമർ വരുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ബ്രെയിൻ ട്യൂമറുകൾ ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെ ഒരു പഠനങ്ങളും സ്ഥാപിച്ചിട്ടില്ല, കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ തന്നെ WHO ഒരു ഡയറക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആർക്കും നല്ലതല്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്ന ഒഴിവാക്കി കഴിവതും ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ, ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അത്രയും തന്നെ കുറക്കാം എന്നുള്ളൊരു ആണ്. അതിൻ്റെ ഒരു റിസ്ക് ഇപ്പോഴും പ്രൂവൺ അല്ല, എന്നാലും ഇത് ചെയ്യേണ്ടതാണെന്നാണ് അവരുടെ ഡയറക്റ്റീവ്. ഇനി ഞാൻ വരാൻ പോകുന്നത് ബ്രെയിൻ ട്യൂമറുകളുടെ ചികിത്സയിലേക്കാണ്. ഒരു ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചികിത്സിക്കുന്നതാണ്. ബ്രെയിൻ ട്യൂമറുകളുടെ ചികിത്സ പ്രൈമർലി സർജിക്കൽ. ബ്രെയിൻ ട്യൂമർ ഒരു സർജിക്കൽ കണ്ടീഷനാണ്. മെജോറിറ്റി ഓഫ് കേസിലും സർജറി കൊണ്ട് മാത്രമേ ബ്രെയിൻ ട്യൂമറുകൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ. സർജറിയോടും ഈ ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വളരെ പേടിയാവും. അങ്ങനത്തെ ഒരു ഡയഗ്നോസ് വന്നൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അധികം ആകാംക്ഷയും പേടിയൊക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വശം തളർന്നു പോവുമോ, മറ്റ് പ്രശ്നങ്ങൾ വരുമോ, സ്പീച്ച് നഷ്ടപ്പെടുമോ, എന്തൊക്കെ അതൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇതൊക്കെ ഈ റിസ്കുകളൊക്കെ നിലവിൽ സംഭവിക്കാമെന്നാണ്. എന്നാൽ തന്നെ ആധുനിക മെഡിസിൻ, മോഡേൺ മെഡിസിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ് കാരണം ഇപ്പം നമുക്ക് ബ്രെയിൻ സർജറിയുടെ റിസ്കുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മൈക്രോ സർജിക്കൽ ടെക്നിക്സിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ, അത് ബ്രെയിനകത്തുള്ള സർജറിനെ വളരെ സേഫ് ആക്കിയിട്ടുണ്ട്. മറ്റൊരു മേഖല എന്ന് വെച്ചാൽ ന്യൂറോ നാവിഗേഷൻ പോലത്തെ ടെക്നോളജി ഒക്കെ ബ്രെയിനകത്തുള്ള ട്യൂമർ സർജറി ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും സേഫായിട്ടുള്ളൊരു പാത്വേ നമുക്ക് കാണിച്ച് തരുന്നുണ്ട് സർജന, നാവിഗേഷൻ പോലെയുള്ള. അപ്പോൾ ഇമേജ് ഗൈഡഡ് ടെക്നോളജീസ് ബ്രെയിൻ ട്യൂമർ സർജറിനെ ഒരുപാട് സേഫറാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ബ്രെയിൻ ട്യൂമർ സർജറിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലാതെ പോകുന്നതായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പോൾ സർജറി ഒരു ഭാഗത്ത്, പിന്നെയുള്ളതെന്ന് വെച്ചാൽ റേഡിയേഷൻ, കീമോതെറാപ്പി, ഇത് രണ്ടുമാണ് ക്യാൻസറുകൾ ചികിത്സിക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ. റേഡിയോ തെറാപ്പിക്ക് വലിയൊരു റോളുണ്ട് ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ചികിത്സയിൽ. കീമോതെറാപ്പിക്കും ഉണ്ട്, പക്ഷേ അതിൻ്റെ പരിമിതിയുണ്ട്. കാരണം വെച്ചാൽ കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന പല മരുന്നുകളും ബ്രെയിനകത്തേക്ക് കടക്കാറില്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നുള്ളൊരു ബ്ലോക്കുള്ളതുകൊണ്ട് അകത്തേക്ക് അധികം പോകാറില്ല. അപ്പോൾ പ്രധാനമായിട്ട് സർജറി, പിന്നെ റേഡിയേഷൻ, മൂന്നാമത് കീമോതെറാപ്പി. ഇത് മൂന്നുമാണ് സർജിക്കൽ ആൻഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തഡോളജീസ്.